രണ്ട് ഉരുളക്കിഴങ്ങും ബ്രെഡും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ വൈകിട്ട് ചായക്ക് ഇതാ ഇതേപോലെ ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് റെഡി ആയിക്കോളൂ. പാത്രം എപ്പോൾ കലയെന്ന് ചോദിച്ചാൽ മതി. അത്ര ടേസ്റ്റിലുള്ള സ്നാക്സിന്റെ റെസിപ്പി കേട്ടോ. അപ്പൊ ആദ്യം തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് ഓയിൽ ചൂടായി കഴിഞ്ഞപ്പോൾ അതാ മീഡിയം സൈസിൽ ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്തും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എരിവിന് വേണ്ടി 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നന്നായിട്ട് മാറി വരുമ്പോൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതേപോലെ തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി കേട്ടോ. പച്ചമുളക് നന്നായിട്ട് മാറി വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് നല്ലോണം ഉടച്ചു വെച്ചിരിക്കുന്ന 2 ഉരുളക്കിഴങ്ങും ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതാ ഇത്രയുള്ള നമ്മുടെ ഫില്ലിങ്ങിന്റെ പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ ഈ പൊട്ടറ്റോ മിക്സ് ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. ഒരുപാട് എരിവൊന്നുമില്ലല്ലോ. ഇതിപ്പോ വേണ്ടത് ബ്രെഡാണ്. ഞാനൊരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓരോന്നിലേക്കും ദാ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതേപോലെ വെച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓരോ ബ്രെഡും ഇതേപോലെ 3ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വലുതും വേണ്ട ചെറുതും വേണ്ട, 3ആയിട്ട് കട്ട് ചെയ്താൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുവേ. ഉണ്ടോ ഇതുപോലെ. ഇനിയിപ്പോൾ ബ്രെഡ് ക്രംസിലും അതേപോലെ തന്നെ മൈദയുടെ മിക്സിലും നന്നായിട്ട് തന്നെ ഒന്നുകൂടി കോട്ട് ചെയ്ത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. മൈദയുടെ മിക്സ് റെഡിയാക്കി എടുക്കാൻ നേരത്ത് ഒരുപാട് വെള്ളം കൂടി പോവുകയും ചെയ്യരുത്, അതേപോലെ തന്നെ തീരെ അങ്ങോട്ട് കുറഞ്ഞു പോവുകയും ചെയ്യരുത് കേട്ടോ. അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. 2 വശം മുരിഞ്ഞു കഴിയുമ്പോൾ കോരിയെടുത്ത് നല്ല ചൂട് ചായയുടെയും അതേപോലെ തന്നെ നല്ല സോസിന്റെ ഒക്കെ കൂടെ ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ അറിയിക്കാം കേട്ടോ.